Please like, share, subscribe. ഹായ് ഫ്രണ്ട്സ്, നമുക്കെങ്ങനെ നമ്മുടെ എംറേസ് ഐ ഡിയിൽ ഫൈൻ ഉണ്ടോയെന്ന് അറിയാനുള്ള ഒരു ട്രിക്കാണ് ഞാനിപ്പോൾ ഇവിടെ നിങ്ങളുടെ മുന്നിൽ പറയുന്നത്. നമുക്ക് എംറേസ് ഐ ഡിയിൽ ഫൈൻ വരുന്നത് മെയിനായിട്ട് നമ്മൾ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ അങ്ങനത്തെ ഒക്കെ ഉള്ളതാണ്. അത് നമ്മളെ നാട്ടിലേക്ക് പോകുന്ന ടൈമിനാണ് നമുക്ക് മെയിനായിട്ട് അറിയാൻ പറ്റുക. എയർപോർട്ടിൽ നമ്മൾ ആ ടൈമിന് ഫൈൻ അടക്കേണ്ടി വരും. ചിലപ്പോൾ നമ്മുടെ ആ കയ്യിൽ നമ്മുടെയൊക്കെ കാശ് ഉണ്ടാവില്ല. നമ്മൾ പോണതിന് മുൻകൂട്ടി ചെക്ക് ചെയ്യുക. അത് ചെക്ക് ചെയ്യാനുള്ള ഒരു ട്രിക്കാണ് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാം. എന്നിട്ട് അതിൽ GDRFA ഫൈൻ എന്നുള്ള അടിക്കുക. അപ്പോൾ അതിൽ ഫൈൻ എൻക്വയറി സർവീസ് എന്നിട്ട് വരും. അതിൽ ഫയൽ നമ്പർ, എംറേസ് ഐ ഡി, പാസ്പോർട്ട് നമ്പർ, റെസിഡൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടോ. നമുക്ക് എംറേസ് ഐ ഡിയിൽ ഫൈൻ അറിയാൻ എംറേസ് ഐ ഡി നമ്പർ അടിക്കുക. അത് നമ്മളിവിടെ എംറേസ് ഐ ഡി നമ്പർ അടിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു എംറേസ് ഐ ഡി നമ്പർ അടിക്കുന്നുണ്ട്. പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് അടിക്കുക. അടിച്ചു കഴിഞ്ഞാൽ മെയിലാവണം ഫീമെയിലാവണം അടിക്കുക. മെയിൽ അടിച്ചു. എന്നിട്ട് അതിനിടയിൽ സെക്യൂരിറ്റി ചെക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എംറേസ് ഐ ഡി നമ്പർ അടിക്കുക, ഡേറ്റ് ഓഫ് ബർത്ത് അടിക്കുക, മെയിലാണോ ഫീമെയിലാണോ എന്നുള്ളത് അടിക്കുക. ഈ സെക്യൂരിറ്റി ചെക്കിൻ്റെ അവിടെ ഐ ആം നോട്ട് എ റോബോട്ട് അടിക്കുക. അപ്പോൾ അതിൽ കുറേ നമുക്ക് ഇത് വരും. ഇതിലേതാണ് ബസ് എന്ന്. അപ്പോൾ നമ്മൾ ആ ബസ്സിൻ്റെ അതിൽ മാത്രം ക്ലിക്ക് ചെയ്യുക, വെരിഫൈ കൊടുക്കുക, സബ്മിറ്റ് കൊടുക്കുക. അത് പലതോട്ടോ, വെരിഫൈ ചെയ്യാൻ പലർക്കും പലതാണ് വരിക. അപ്പോൾ ചെക്ക് ഫൈൻ യുവർ പ്രൊഫൈൽ, ദിസ് യുവർ സ്പോൺസർഷിപ്പ്, നോ ഫൈൻ ഹാവ് ബീൻ ഫൗണ്ട് യുവർ ഫയൽ നമ്പർ. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു ഫൈനും ഇല്ല എന്നാണ് എഴുതി കാണിക്കുന്നത്.